കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും തരൂരിന്റെ പ്രസ്താവനകളിൽ ആദ്യമായല്ല പ്രതിസന്ധിയിലാകുന്നത്. ഇതിനു മുൻപും കോൺഗ്രസിന്റെ പൊതുനിലപാടിൽ നിന്നും വിഭിന്നമായ അഭിപ്രായങ്ങൾ തരൂർ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയെ വെട്ടിലാക്കിയ തരൂരിന്റെ ആ വിവാദ പ്രതികരണങ്ങൾ ഒന്ന് വേഗത്തിൽ ഞങ്ങൾ പ്രിൻസിപ്പൽ അവരുടെ ചില രാഷ്ട്രീയ കളികളെ നമുക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഒരു ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കട്ടെ. നമ്മൾ മോൺസൂൺ സെഷൻ തന്നെ ബില്ല് വരുമെന്ന് നല്ല സംശയമുണ്ട്. കാരണം ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്ന് അതിന് ചർച്ച ചെയ്ത് എല്ലാ സമുദായ നേതാക്കളെ കണ്ട് സംസാരിച്ചിട്ടും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു. നിലവിലില്ലാത്തൊരു UCCയെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ അത് ശരിക്കും ഒരു ഡിസ്ട്രാക്ഷനാണ്. ഒരു വരട്ടെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കട്ടെ. നടത്തിയപ്പോൾ എന്താണ് ശശി തരൂർ പറഞ്ഞതെന്ന് കേൾക്കാം. ഒക്ടോബർ 7-ാം തീയതി ഭീകരവാദികൾ ഇസ്രായേലിൽ ആക്രമണം ചെയ്തു. 1400 വ്യക്തികളെ കൊന്നു. 200 ആൾക്കാരെ ഹോസ്റ്റേജായി എടുത്തു. പക്ഷെ അതിൻ്റെ മറുപടി ഇസ്രായേലിൻ്റെ ഗാസയെ ബോംബിംഗ് ചെയ്തിട്ട് 1400 അല്ല, ഒരു 6000 പേരെ കൊന്നു കഴിഞ്ഞു. നിരപരാധിയായ സിവിലിയൻസ്, സ്ത്രീകള്, കുഞ്ഞുങ്ങള്, യുദ്ധം ചെയ്യാത്ത വ്യക്തികൾ ഓരോരു ദിവസം മരിക്കുന്നു. സായുധ പോരാട്ടത്തിൽ ചില നിയമങ്ങൾ, ഹ്യൂമാനിറ്റേറിയൻ ലോ സ്വീകരിക്കാൻ ആവശ്യമുണ്ട്. ഇതിനെയൊക്കെ വയലേഷൻ നടത്തുന്നു.